ജീവനുള്ള എന്തിനേയും പിടിച്ചു കഴിക്കാൻ തൊലിക്കട്ടിയുള്ളവരാണ് ചൈനക്കാർ എന്ന് നമുക്കറിയാം. ചൈനക്കാർ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ നമുക്ക് കണ്ടു നിൽക്കാൻ പോലും കഴിയില്ല. അത്തരത്തിൽ ചൈനയിൽ കാണുന്ന വളരെ വിചിത്രവും അത്ഭുതപ്പെടുത്തുന്നതുമായ ചില ഭക്ഷണങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈ വീഡിയോ കാണുന്നത് അത്ര നന്നായിരിക്കില്ല. ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഡീപ് ഫ്രൈഡ് സ്പൈഡേഴ്സ്. 8 കാലുകളെ കാണുന്നത് തന്നെ നമ്മളിൽ പലർക്കും പേടിയാണ്. എന്നാൽ ചൈനയിലെ ഹാങ്ചോ മുതൽ ഗുവാങ്സി വരെയുള്ള സ്ഥലങ്ങളിൽ ചിലന്തി ഫ്രൈ ഒരു സാധാരണ സ്ട്രീറ്റ് ഫുഡാണ്. ഒപ്പം സിക്കാഡകളും ക്രിക്കറ്റുകൾ അഥവാ ചീവീടുകൾ പോലുള്ള ഷഡ്പദങ്ങളും ഇവിടെയുള്ള പ്രധാന ഭക്ഷണമാണ്. ഗാങ്സുവിലും ഗുവാങ്ഡോങ്ങിലും വലിയ ചിലന്തികളെ മാവിൽ മുക്കി വറുത്തെടുക്കാറുണ്ട്. അവ പുറമെ ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റ് ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇതിന് നേരിയ മധുരമുള്ള രുചിയാണത്രേ. ഷാൻഡോങ്ങിലും ജിയാങ്സുവിലും ചെറിയ ചിലന്തികളെ ഉപ്പും മസാലയും ചേർത്ത് പാചകം ചെയ്യുകയും ചെയ്യാറുണ്ട്. ചിലന്തികളിൽ ധാരാളം പ്രോട്ടീൻ, വിറ്റാമിനുകൾ, മിനറൽസ് തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട്. വർഷങ്ങളോളമായി ചൈനക്കാർ ചിലന്തികളെ ഭക്ഷണമായി കഴിച്ചുവരുന്നു. ഏതായാലും ചൈനയിൽ നിന്നും മറ്റു ചിലന്തികളെ കഴിച്ചിട്ടുള്ളവർ അവയുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സീ കുക്കുംബേഴ്സ്. പലർക്കും സീ കുക്കുംബറുകളെ കാണുമ്പോൾ ഒരു അറപ്പ് തോന്നിയേക്കാം. എന്നാൽ ചൈനയിൽ ഇവ വിഭവസമ്പുഷ്ടമായ ഭക്ഷണവും കൂടാതെ മരുന്നുമാണ്. ചൈനീസിൽ ഹായ്ഷെൻ എന്നാണ് കടൽ വെള്ളരിയെ വിളിക്കുന്നത്. കാണാൻ അത്ര ഭംഗിയില്ലെങ്കിലും ഇവയ്ക്ക് നല്ല വിലയാണ് എന്നതാണ് സത്യം. ചൈനയിൽ നല്ല ക്വാളിറ്റിയുള്ള 1 കിലോഗ്രാം സീ കുക്കുംബറിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 20,000 മുതൽ 1.5 ലക്ഷത്തോളം രൂപയാണത്രേ. ഇവയെ ഉണക്കിയെടുക്കാനും തിളപ്പിക്കാനും കുതിർക്കാനും ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഭക്ഷണത്തിന് പുറമെ സീ കുക്കുംബറുകൾ സന്ധിവേദന, ഇമ്മ്യൂണിറ്റി, വൃക്കകളുടെ ആരോഗ്യം എന്നിവയ്ക്ക് സഹായിക്കുമെന്ന് ചൈനക്കാർ വിശ്വസിക്കുന്നു. ചൈനയിൽ നിന്ന് ഇവയെ നിങ്ങൾക്ക് ഭക്ഷണമായി ലഭിച്ചാൽ നിങ്ങൾ അത് കഴിക്കുമോ എന്ന് കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. സെഞ്ചുറി എഗ്സ്. ചൈനയിൽ പ്രചാരത്തിലുള്ള ഒരു മുട്ട വിഭവമാണ് സെഞ്ചുറി എഗ്സ്. ഇതിനെ പിടാൻ എന്നും പറയും. അനേകം ആഴ്ചകളോ മാസങ്ങളോ കളിമണ്ണിൻ്റെയും ചാരത്തിൻ്റെയും ഉപ്പിൻ്റെയും അരിയുടെയും ഒരു മിശ്രിതത്തിലിട്ട് വെച്ച് ഉണ്ടാക്കുന്ന വിഭവമാണിത്. കോഴി, താറാവ്, കോയിൽമുട്ടകൾ എന്നിവയുടെയെല്ലാം മുട്ടകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഉണ്ടാക്കുന്ന രീതി അനുസരിച്ച് കാലയളവ് വ്യത്യാസപ്പെട്ടിരിക്കും. ഹൈഡ്രജൻ സൾഫൈഡിൻ്റെയും അമോണിയയുടെയും സാന്നിധ്യമുള്ളതുകൊണ്ട് ഇതിൻ്റെ മഞ്ഞക്കുരു കരിമ്പച്ച നിറമോ തവിട്ട് നിറമോ ആയി മാറുന്നു. ഇതിന് ശക്തമായ ഗന്ധവും ക്രീം പോലെയായിരിക്കും ഉണ്ടാവുക. ചിലർക്ക് ഈ മുട്ടകൾ വളരെ ഇഷ്ടമാണ്. മറ്റു ചിലർക്ക് ഇവ ചീന ചീസിൻ്റെ മണം പോലെയാണ് ഫീൽ ചെയ്യുക. ഇവയുടെ പഴക്കം തോന്നിക്കുന്ന രൂപം കാരണമാണ് ഇതിനെ സെഞ്ചുറി മുട്ടകൾ എന്ന് വിളിക്കുന്നത്. ഈ മുട്ടകൾ ഭക്ഷണങ്ങളുടെ കൂടെയോ അല്ലെങ്കിൽ പച്ചയായോ കഴിക്കാറുണ്ട്. ഫ്രൈഡ് സെന്റിപീഡ്സ്. ചൈനയിൽ സെന്റിപീഡുകൾ അഥവാ പഴുതാരകൾ പോലുള്ള പ്രാണികൾ വെറും പ്രാണികളല്ല, മറിച്ച് ഇതൊക്കെ അവരുടെ സ്നാക്കുകളാണ്. വലിയ പഴുതാരകളെ സ്കീവറുകളിൽ വറുത്തെടുക്കുകയോ മരുന്നിനായി ഉണക്കി ഉപയോഗിക്കുകയോ ആണ് ചെയ്യുന്നത്. ഇവയെ സ്റ്റിക്കിൽ കോർത്ത് മസാലകൾ ചേർത്ത് വറുത്തെടുക്കുകയും ചെയ്യും. ടെറ്റനസ് അല്ലെങ്കിൽ അപസ്മാരം പോലുള്ള രോഗങ്ങൾ ചികിത്സിക്കാൻ ചൈനീസ് വൈദ്യശാസ്ത്രത്തിൽ സെന്റിപീഡുകളും സിക്കാഡകളും പോലുള്ള പ്രാണികൾ വർഷങ്ങളായി ഉപയോഗിക്കുന്നു. എന്നാൽ വിഷാംശം കാരണം ഇവ പതിവായി കഴിക്കുന്നത് അപകടകരമാണത്രേ. ഷാർക്ക് ഫിൻ സൂപ്പ്. ഷാർക്ക് ഫിൻ സൂപ്പ് ചൈനയിൽ മുൻപ് ഒരു ആഡംബര വിഭവമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ആണെന്ന് തന്നെ പറയാം. സ്രാവിൻ്റെ ചിറക് കൊണ്ടുള്ള ഒരു വിഭവമാണിത്. 100 കണക്കിന് വർഷങ്ങളായി ഇത് വിവാഹങ്ങൾ പോലുള്ള വലിയ പരിപാടികളിൽ അതിഥികളെ ബഹുമാനിക്കാൻ വിളമ്പിയിരുന്നു. മിങ് രാജവംശത്തിലാണ് ഇത് ആരംഭിച്ചത്. 1961 ഇംഗ്ലണ്ടിലെ രാജ്ഞിക്ക് ഇത് വിളമ്പിയപ്പോൾ ഇത് പ്രശസ്തമാവുകയായിരുന്നു. ഷാർക്ക് ഫിന്നുകൾ വലിയ രുചിയുള്ള ഭക്ഷണമല്ലെങ്കിലും ഇവ ചിക്കൻ ബ്രോത്തിൽ പാചകം ചെയ്യുമ്പോൾ ചവയ്ക്കാവുന്ന ജെൽ പോലുള്ള വിഭവമായി ഈ ഷാർക്ക് ഫിന്നുകൾ മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഫിന്നുകൾക്കായുള്ള ആവശ്യം സ്രാവുകളുടെ എണ്ണത്തെ ദോഷകരമായി ബാധിക്കുകയും വർഷം തോറും ദശലക്ഷക്കണക്കിന് സ്രാവുകൾ കൊല്ലപ്പെടുകയും ചെയ്യുകയായിരുന്നു. ഇപ്പോൾ പല സ്രാവുകളും വംശനാശ ഭീഷണിയിലാണ്. ബാറ്റ്സ് ആൻഡ് ബാംബു റാറ്റ്സ്. ചൈനയുടെ തെക്കൻ ഭാഗങ്ങളിൽ വവ്വാലുകളെയും മുള എലികൾ അഥവാ ബാംബു റാറ്റ്സുകളെയും കഴിക്കാറുണ്ട്. ഗ്വാങ്സി, ഗ്വാങ്ഡോങ് പോലുള്ള സ്ഥലങ്ങളിൽ ഇവ വളരെ കാലമായി ഭക്ഷണവും മരുന്നുമാണ്. വവ്വാലുകളെ മലേറിയ പോലുള്ള രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ ഉപയോഗിച്ചിരുന്നു. ബാംബു റാറ്റ്സുകൾ ആസ്മയ്ക്കു സഹായിക്കുമെന്ന് വിശ്വസിച്ചിരുന്നു. കൂടാതെ ഇവകളിൽ നല്ലതുപോലെ പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് തന്നെ വവ്വാലുകളെ കറിയാക്കി പാചകം ചെയ്യുകയും ചെയ്തിരുന്നു. ബാംബു റാറ്റ്സുകളെ ചുട്ടുപഴിപ്പിക്കുകയോ സൂപ്പാക്കുകയോ ഉണങ്ങിയ ഇറച്ചിയായി ഉപയോഗിക്കുകയോ ആണ് ചെയ്യുക. സീ ഹോഴ്സസ്. കടൽ കുതിരകൾ 100 കണക്കിന് വർഷങ്ങളായി ചൈനീസ് വൈദ്യത്തിൽ ഉപയോഗിച്ചിരുന്ന ജീവികളാണ്. എന്നാൽ ഇപ്പോൾ ചൈനക്കാർ ഇവയെ ഭക്ഷണമായും ഉപയോഗിക്കുന്നു.
ലോകത്തിലെ കടൽ കുതിരകളിൽ ഭൂരിഭാഗവും ചൈനയാണ് ഉപയോഗിക്കുന്നത്. ഉണക്കിയ കടൽ കുതിരകൾ പൊട്ടാറ്റോ ചിപ്സ് പോലെ ക്രിസ്പിയായ ഒരു ലഘു ഭക്ഷണമാണത്രേ. ഇവയെ കോർത്ത് ഗ്രിൽ ചെയ്ത് കഴിക്കുകയും ചെയ്യാറുണ്ട്. ആസ്മ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇവ സഹായിക്കുമെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. മിങ് രാജവംശം മുതൽ കടൽ കുതിരകളെ മരുന്നിൽ ഉപയോഗിച്ചിരുന്നത്രേ. സിൽക്ക് വാംസ് ആൻഡ് സ്കോർപ്പിയൻസ്. പട്ടുനൂൽ പുഴുക്കളെയും തേളുകളെയും ചൈനയിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി ഭക്ഷണമായി കഴിച്ചുപോരുന്നു. 5000 വർഷം മുൻപ് വിളവെടുപ്പ് കുറഞ്ഞപ്പോൾ പട്ടുനൂൽ പുഴുക്കളെ കഴിച്ചിരുന്നു എന്ന് ചരിത്രമുണ്ട്. പ്രോട്ടീനിന് വേണ്ടി ഇവയെ ചുട്ടിരിക്കുകയോ തിളപ്പിച്ച് കഴിക്കുകയോ ആണ് ചെയ്തിരുന്നത്. 2000 വർഷം മുൻപ് തേളുകളെ ട്യൂമർ പോലുള്ളവയ്ക്ക് മരുന്നായി ഉപയോഗിച്ചിരുന്നത്രേ. പക്ഷേ ഇപ്പോൾ ഇവ രണ്ടും സ്ട്രീറ്റ് ഫുഡുകളാണ്. പട്ടുനൂൽ പുഴുക്കളെ മസാലകൾ ചേർത്ത് വറുക്കുകയോ ചുട്ടെടുക്കുകയോ ചെയ്യുന്നു. ഇവയുടെ പുറത്ത് ക്രിസ്പിയും ഉള്ളിൽ ക്രീമിയുമായിരിക്കും. തേളുകളെ വറുക്കുകയോ ഗ്രിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബേർഡ്സ് നെസ്റ്റ് സൂപ്പ്. ബേർഡ്സ് നെസ്റ്റ് സൂപ്പ് ഒരു ആഡംബര ചൈനീസ് വിഭവമാണ്. ഇത് സ്വിഫ്റ്റ്ലെറ്റ് പക്ഷികളുടെ കൂട് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അവയുടെ ഉമിനീർ കൊണ്ടാണ് ഈ കൂടുകൾ നിർമ്മിക്കുന്നത്. ഈ കൂടുകൾ അപകടകരമായ പാറക്കെട്ടുകളിൽ നിന്നും ഗുഹകളിൽ നിന്നും ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. പണ്ടുകാലത്ത് രാജകുടുംബത്തിന് മാത്രമേ ഇത് കഴിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ആളുകൾ വിശ്വസിച്ചിരുന്നത് ഇത് ആയുസ് വർദ്ധിപ്പിക്കാനും ചർമ്മം മെച്ചപ്പെടുത്താനും സഹായിക്കുമെന്നാണ്. കൂടുകൾ ചിക്കൻ ബ്രോത്തിൽ ഹാം പോലുള്ള ആഡംബര ചേരുവകൾ ചേർത്ത് പാചകം ചെയ്യുന്നു. മധുരമുള്ള രുചിയാണ് ഇവയ്ക്കെന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് ഇവയുടെ കൂടുകൾക്ക് വളരെ വില കൂടുതലാണ്. 1 പൗണ്ടിന് $3000 വരെ വില വരും. ഡക്ക് ടങ്സ്. താറാവിൻ്റെ നാക്കുകൾ ചൈനയിലെ ഒരു പ്രധാന ഭക്ഷണമാണ്. ഇവ സോയാ സോസ്, വിനാഗിരി, മസാലകൾ എന്നിവ ചേർത്ത് മാരിനേറ്റ് ചെയ്ത ശേഷം പുറംഭാഗം ക്രിസ്പിയും ഉൾഭാഗം മൃദുവുമായി മാറുന്നതുവരെ വറുത്തെടുക്കുകയാണ് ചെയ്യുക. ഇവയ്ക്ക് നേരിയ മധുരമുള്ള രുചിയാണത്രയും. സ്റ്റിങ്കി ടോഫു. ഒരുതരം ദുർഗന്ധമുള്ള വിഭവമാണിതെങ്കിലും ഇതിന് നല്ല രുചിയാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് ചൈനീസ് നഗരങ്ങളിലെ ഒരു പോപ്പുലർ സ്ട്രീറ്റ് ഫുഡാണ്. സാധാരണ ടോഫു പാൽ, പച്ചക്കറികൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ മിശ്രിതത്തിൽ മാസങ്ങളോളം പുളിപ്പിക്കുന്നു. ശേഷം ഇതിനെ വറുത്തെടുക്കുകയാണ് ചെയ്യുക. ഈ ഒരു ഭക്ഷണം കഴിച്ചിട്ടുള്ളവർ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സീ എർച്ചിൻ റോ. ചൈനയുടെ തീരപ്രദേശങ്ങളിൽ സീ എർച്ചിൻ്റെ മുട്ടകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു പ്രത്യേക വിഭവമാണിത്. ഫുജിയാൻ, ഗുവാങ്ഡോങ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഈ വിഭവം വരുന്നത്. അവിടെ സീ എർച്ചിനുകൾ സാധാരണമാണ്. ഇത് ആരോഗ്യകരമാണെന്നും ഊർജം വർദ്ധിപ്പിക്കുമെന്നും ആളുകൾ കരുതുന്നു. ജെല്ലി ഫിഷ് സാലഡ്. ജെല്ലി ഫിഷിനെ പോലും വെറുതെ വിടാതെ അതിനെയും സാലഡാക്കി കഴിക്കുന്നവരാണ് ചൈനക്കാർ. വിനാഗിരി, സോയാ സോസ്, എള്ള് എന്നിവ ചേർത്ത് ഇവയുടെ ടെൻഡിക്കിളുകൾക്ക് മസാലയിടുകയാണിവർ ചെയ്യുന്നത്. നൂറ്റാണ്ടുകളായി ഇവയെ കഴിച്ചുപോരുന്നു. ഇവ കുറഞ്ഞ കലോറിയും കൊളാജൻ കൂടുതലും ചർമ്മത്തിന് നല്ലതാണെന്നും ചിലർ പറയുന്നു. ജെല്ലി ഫിഷുകളെ ഇത്തരത്തിൽ കഴിക്കുന്നത് ഇവയുടെ എണ്ണം നിയന്ത്രിക്കാനും സഹായകമാകും എന്നും പറയപ്പെടുന്നുണ്ട്. സ്നേക്ക് സൂപ്പ്. പാമ്പുകളെ നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ഭയമാണ്. എന്നാൽ ചൈനയിൽ പാമ്പിനെ ഉപയോഗിച്ചുള്ള സൂപ്പുകൾ ലഭ്യമാണ് എന്നതാണ് സത്യം. 5 തരം പാമ്പുകളും ഔഷധ സസ്യങ്ങളും ചേർത്താണ് ഇതുണ്ടാക്കുന്നത്. ക്വിങ് രാജവംശത്തിലാണ് ഇത് ഒരു ആഡംബര വിഭവമായി ആരംഭിച്ചത്. ഇത് ഊർജവും രക്തയോട്ടവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു. ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ജിൻസെങ് പോലുള്ള ഔഷധ സസ്യങ്ങൾ ചേർത്ത് മണിക്കൂറുകളോളം സൂപ്പ് പാചകം ചെയ്യുന്നു. പാമ്പിൻ്റെ മാംസത്തിന് മീനിൻ്റെയോ ചിക്കൻ്റെയോ രുചിയാണത്രേ ഉണ്ടാവുക. കൂടാതെ പാമ്പുകളുടെ എല്ലുകളും ഭക്ഷണമാക്കാറുണ്ട്. നിങ്ങൾക്ക് ഈ സൂപ്പ് കഴിക്കാൻ ഒരവസരം ലഭിച്ചാൽ നിങ്ങളത് കഴിക്കുമോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഫ്രൈഡ് സിക്കാഡാസ്. വേനൽക്കാലത്ത് ചൈന സിക്കാഡകളെ സ്നാക്സായി ഉപയോഗിക്കാറുണ്ട്. ഇവയെ സ്റ്റിക്കിൽ കോർത്ത് മാവിൽ മുക്കി വറുത്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. സിക്കാഡകൾക്ക് ബീഫിനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ ഉണ്ടത്രേ. ഇവയെ കഴിക്കുന്നത് ഹാൻ രാജവംശം വരെ പഴക്കമുള്ളതാണ്. സിക്കാഡകളെ കഴിക്കുന്നത് അവയുടെ എണ്ണം നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ടെന്ന് ചൈനക്കാർ വിശ്വസിക്കുന്നു. ഡോഗ് മീറ്റ്. നായകൾ പലർക്കും വളർത്തുമൃഗങ്ങളാണെങ്കിലും ചൈനയുടെ ചില ഭാഗങ്ങളിൽ നായമാംസം ഒരു പ്രത്യേക ഭക്ഷണമാണ്. ഇത് ഗുവാങ്ഡോങ്, യൂനാൻ പോലുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ശൈത്യകാലത്ത് ശരീരം ചൂടാക്കാൻ കഴിക്കാറുണ്ട്. ഇത് കരളിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് ആളുകൾ കരുതുന്നു. ഓരോ വർഷവും ഏകദേശം 10 ദശലക്ഷം നായകളെ ഭക്ഷണത്തിനായി കൊല്ലുന്നുണ്ടത്രേ. പീജിയൺ ഓൺ എ സ്റ്റിക്ക്. വടക്കൻ ചൈനയിൽ പ്രാവിനെ കമ്പിയിൽ ഗ്രിൽ ചെയ്ത് സ്ട്രീറ്റ് ഫുഡായി വിൽക്കാറുണ്ട്. ഹാൻ രാജവംശം മുതൽ പ്രാവിനെ പാചകം ചെയ്തിരുന്നു. ഇവയെ മസാലകൾ പുരട്ടി പുറംഭാഗം ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റായി മാറുന്നതുവരെ ഗ്രിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രാവിനെ ഭക്ഷണത്തിൻ്റെ കൂടെയോ അച്ചാറിലോ ചേർക്കുകയും ചെയ്യും.
ചൈനീസ് സംസ്കാരത്തിൽ ഇവ സമാധാനത്തെയും ഭാഗ്യത്തെയും സൂചിപ്പിക്കുന്നു. പിഗ് ബ്രെയിൻ. പന്നിയുടെ തലച്ചോറ് ഉപയോഗിച്ചുള്ള സൂപ്പ് ചൈനയിൽ 2000 വർഷത്തിലേറെയായി കഴിച്ചുപോരുന്നു. ഇത് ഓർമ്മശക്തിയും ചിന്താശേഷിയും വർദ്ധിപ്പിക്കുമെന്ന് ആളുകൾ കരുതിയിരുന്നു. ചെങ്ഡു പോലുള്ള സ്ഥലങ്ങളിൽ ഇത് മസാലയുള്ള ഹോട്ട്പോട്ടിൽ പാചകം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവയുടെ തലച്ചോറ് കസ്റ്റാർഡ് പോലെ സോഫ്റ്റ് ആണത്രേ. എന്നാൽ പണ്ടത്തെ അത്ര ഇവയെ ഇപ്പോൾ ഭക്ഷണമായി ഉപയോഗിക്കാറില്ല എന്നാണ് പറയപ്പെടുന്നത്. ഗട്ടർ ഓയിൽ. ചൈനയിലെ ചില പാചക എണ്ണകൾ റെസ്റ്റോറൻറ്റ് ഗ്രീസിലോ അഴുക്കുചാലുകളിലോ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതിനെ ഗട്ടർ ഓയിൽ എന്നാണ് പറയുന്നത്. ഈ ഗട്ടർ ഓയിൽ നിയമവിരുദ്ധമാണെങ്കിലും ഇപ്പോഴും ചൈനയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് സത്യം. ഇത് മാലിന്യങ്ങളിൽ നിന്നും പുനരുപയോഗം ചെയ്ത് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നു. ചൈനയിലെ ഏകദേശം 10% പാചക എണ്ണയും ഗട്ടർ ഓയിൽ ആയിരിക്കാമെന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. ഇതിൽ ഹാനികരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടാകും. എങ്കിലും ചൈനീസ് ഗവൺമെൻറ് ഇതിനെതിരായി പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. ക്യാറ്റ് മീറ്റ് അഥവാ പൂച്ചയുടെ മാംസം ചൈനയിൽ എല്ലായിടത്തും ലഭിക്കില്ലെങ്കിലും ഗുവാൻഡോങ്, ഗുവാങ്സി പോലുള്ള സ്ഥലങ്ങളിൽ ഇത് കഴിക്കാറുണ്ട്. പ്രതിവർഷം ഏകദേശം 4 ദശലക്ഷം പൂച്ചകളെ ഭക്ഷണമായി കഴിക്കാറുണ്ട് എന്നാണ് കണക്ക്. ശൈത്യകാലത്ത് ശരീരത്തെ ചൂടാക്കാൻ ഇത് സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു. ഇത് പലപ്പോഴും കറികളിലോ ഹോട്ട്പോട്ടുകളിലോ ആണ് ഉപയോഗിക്കുന്നത്. ചില ഇറച്ചിക്കച്ചവടക്കാർ ഇത് പൂച്ചമാംസമാണെന്ന് മറച്ചുവെച്ച് മുയൽ അല്ലെങ്കിൽ ആട് എന്ന് പറഞ്ഞ് വിൽക്കാറുണ്ടത്രേ. ചിലർക്ക് പൂച്ചമാംസം പഴയ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഭക്ഷണമാണ്. ഏതായാലും ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് കഴിക്കാൻ ഒരവസരം ലഭിച്ചാൽ നിങ്ങളിതിൽ ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കുമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.